CBSE 10th റിസൾട്ട് വന്നു. ഒരുപാട് പേർക്ക് പ്രതീക്ഷിച്ച പോലെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം, നല്ല മാർക്ക് കിട്ടാത്തവരുണ്ടായിരിക്കാം. സ്റ്റിൽ മക്കളുടെ ഇടയിൽ ഈ കമ്പാർട്ട്മെന്റ് എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, അതുപോലെ തന്നെ റിവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന് സാറിന് മനസ്സിലായി. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് സാർ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പേരെ ചോദിച്ച ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, റിവാലുവേഷന് ശേഷം സപ്പോസ് ഇപ്പോൾ നമ്മുടെ മാർക്ക് കുറയുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ഷീറ്റിലെ ആ കുറഞ്ഞ മാർക്കാണോ അപ്ഡേറ്റ് ആവുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു. ഒറ്റ ഉത്തരേ ഉള്ളൂ, അതെ, കുറഞ്ഞ മാർക്ക് തന്നെയായിരിക്കും അപ്ഡേറ്റ് ആവുക. റിവാലുവേഷന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംപ്രൂവ്മെന്റ് എക്സാമും കമ്പാർട്ട്മെന്റ് എക്സാമും ഏകദേശം സെയിം തന്നെയാണോ, ഒരേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? ഒരിക്കലല്ല മക്കളെ. കമ്പാർട്ട്മെന്റ് എക്സാം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഫെയിലിയർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം, തോറ്റുപോയവരുണ്ടാവാം. ആ തോറ്റുപോയവർക്ക് ഒരു അവസരം എന്നുള്ള പോലെ നമ്മുടെ ബോർഡ് ഒരു അവസരം കൂടി തരുന്നതാണ് ഈ കമ്പാർട്ട്മെന്റ് എക്സാം വഴി. ഇംപ്രൂവ്മെന്റ് എക്സാം അങ്ങനെയല്ല. ഇംപ്രൂവ്മെന്റ് എക്സാമും റിവാലുവേഷനും തമ്മിലൊന്നും കമ്പാരിസൺ നടത്തി നോക്കാം. റിവാലുവേഷന്റെ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്സിൽ ഇപ്പോൾ 60 മാർക്കാണ് കിട്ടിയത്, 80 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 20 മാർക്കിന്റെ ഒരു ഡിഫറൻസ് റിവാലുവേഷനിലൂടെ നേടിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റിവാലുവേഷനിൽ അത്രത്തോളം മാർക്കിൻ്റെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു റിസ്കി സ്റ്റെപ്സ് ആണത്. അതുകൊണ്ട് നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിലൊന്നും റിവാലുവേഷന് മുതിരാതെ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി റിവാലുവേഷനും ഇംപ്രൂവ്മെന്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റിവാലുവേഷനിൽ ഈ ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മാർക്ക് കുറഞ്ഞേക്കും, പഴയ മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് പഴയ മാർക്കിലേക്ക് പോകാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒരു ഓപ്ഷൻ ഇപ്പോഴും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ആൻസർ ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി വരുത്താം. ആൻസർ ബുക്ക് നിങ്ങൾ എഴുതിയ ആൻസർ ബുക്ക് നമുക്ക് നോക്കാം. നോക്കിയിട്ട് വെരിഫിക്കേഷൻ ആണെങ്കിൽ കൂട്ടിയ മാർക്ക് കൂട്ടിയിലാണ് മിസ്റ്റേക്ക് എങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ അയക്കാം. എന്നിട്ട് വെരിഫിക്കേഷൻ വഴി ജസ്റ്റ് മാർക്ക് ആഡ് ചെയ്തിട്ട് തിരിച്ചു വരും. റിവാലുവേഷൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം റിവാലുവേഷന് കൊടുക്കുക. അത്രയ്ക്കും ഉറപ്പുണ്ടെങ്കിൽ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം റിവാലുവേഷന് കൊടുക്കുക. അല്ലാത്ത പക്ഷം ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത് വഴി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ചില സ്കൂളുകളൊക്കെ ചില സബ്ജക്റ്റിനൊക്കെ എത്ര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിന് ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഉയർത്താനുള്ളൊരു മാർഗമായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കാണുക. ധൈര്യമായിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാം, ഇംപ്രൂവ്മെന്റ് എക്സാം എന്നാണ് വരിക? ഐ തിങ്ക് ജൂൺ മാസത്തിലെ ആ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള ഫോം വരും. ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കുക, ജൂൺ മാസത്തിലായിരിക്കും നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഫോം CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആവുക. എപ്പോഴാണോ അത് അവൈലബിൾ ആവുന്നത് സാർ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജൂലൈ മാസത്തോട് കൂടിയിട്ട് എക്സാം നടക്കും. ജൂലൈ മാസത്തിലാണ് CBSEയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ റിസൾട്ട് വരും. ഒരുപാടൊന്നും സമയം എടുക്കില്ല. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും റിസൾട്ട് വരിക. ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയാം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയും ഡൗട്ട്സ് ഒക്കെ വരാം, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്ന കാര്യം സാർ ഏറ്റു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 CBSE 10 കൂടി കമ്പയർ ചെയ്യുമ്പോൾ CBSE 10th 2 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ +2ലേക്ക് വരുമ്പോൾ ഒറ്റ സബ്ജക്റ്റ് മാത്രമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡേറ്റ്സ്, ഈ മന്ത്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജൂണിലെ ഫോം, ജൂലൈയിൽ എക്സാം, ഓഗസ്റ്റിലെ റിസൾട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പാർട്ട്മെന്റ് എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അത് എൻ്റെലി ഡിഫറൻ്റ് ആണ്. തോറ്റുപോയവർക്ക് വീണ്ടും ഒരു ചാൻസ്, ഒരു അവസരം എന്നുള്ള രൂപത്തിലാണ് CBSE കമ്പാർട്ട്മെന്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇംപ്രൂവ്മെന്റും റിവാലുവേഷനും തമ്മിലുള്ള ബന്ധവും നമ്മൾ കണ്ടു. കൃത്യമായിട്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ സ്വയമായിട്ടൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ചൂസ് ചെയ്യണോ അതോ റിവാലുവേഷൻ ചൂസ് ചെയ്തിട്ട് കുറച്ച് റിസ്ക് എടുക്കണോ, എല്ലാം അപ് ടു യു. സോ ഇതുപോലെ രസകരമായ വീഡിയോസുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരിക്കും. ബൈ ബൈ ഓൾ. താങ്ക് യു.